ചേട്ടാ, നമുക്കറിയാം മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ തന്റെ ഇടമുള്ള ഒരു നേതാവും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനെ ഒരു കടുത്ത രീതിയിൽ വിമർശനം ഉന്നയിച്ചത് ശ്രീ AK ആന്റണി ആയിരുന്നു. അതിനുശേഷം 5-ാം മന്ത്രി വിഷയത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ പരസ്യമായിട്ട് ആരും മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടില്ല. ഈ അടുത്തിടയ്ക്കാണ് മാത്യു കുളനാടൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചത്. മുസ്ലിം ലീഗ് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മറുപടിയും താക്കീതുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പോലും വിജയിക്കുന്നത്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോലും വിജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഔദാര്യം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും കുഴൽനാടനെ പോലെയുള്ള നേതാക്കന്മാർക്കും മുസ്ലിം ലീഗ് വിരുദ്ധർക്കും ഉള്ള ഒരു താക്കീതാണോ? അല്ല, ഈ മുസ്ലിം ലീഗ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ട് UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. അവർക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു കക്ഷി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ് മാത്രമാണ്. മറ്റുള്ള നമുക്കറിയാമല്ലോ, ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ ഇപ്പോൾ കൂടെയുള്ള കേരള കോൺഗ്രസ് ആണെങ്കിലും മുൻപുള്ള മാണി വിഭാഗമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ നിൽക്കുന്നതാണ്. പക്ഷെ മുസ്ലിം ലീഗ് UDF-നൊപ്പമാണ് പരമ്പരാഗതമായിട്ട് നിൽക്കുന്നത്. ഇടയ്ക്ക് CPM അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകളും ചില നീക്കങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഒന്നിനും വിജയിച്ചില്ല. അപ്പോൾ എന്നും അടിയുറച്ച് നിൽക്കുന്ന കോൺഗ്രസിന്റെ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന മുന്നണി ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 2021 തുടർച്ചയായിട്ടുള്ള 2ാം തവണയും UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലരും കരുതിയത് ലീഗ് മുന്നണി വിട്ടുപോകും. കാരണം അവർക്ക് കൂടുതൽ കാലം ഈ ഭരണമില്ലാതെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവര് മുന്നണി വിട്ടുപോകും എന്നൊക്കെയുള്ള നറേഷനും ഒക്കെ തന്നെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അവര് സഹിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നു. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. അതിന് ഏറ്റവും ഒടുവിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരാണ് ഒരു പക്ഷെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയത്. UDF-ന്റെ ഈ ഒരു തമ്പിങ് വിക്ടറിയിൽ നമുക്ക് ഏറ്റവും അധികം അതിനുള്ള ഒരു പങ്ക് ഉള്ള ഒരു പാർട്ടി എന്ന് ചോദിച്ചാൽ 27 സീറ്റുകളിൽ മത്സരിച്ച് 22 മികച്ച സ്ട്രൈക്ക് റേറ്റ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവര് ഈ ജയന്തിരാജനെ പോലെയുള്ളവരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കേവല തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതൊക്കെ തന്നെ. അവര് സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ വിമർശനം ഉണ്ടാകും. പക്ഷെ അവര് പല വിഷയങ്ങളും എടുക്കുന്ന നിലപാടുകൾ നമ്മൾ നോക്കണം. അത് നോക്കി വേണം അവർ മതേതരമാണോ അല്ലേ എന്നുള്ള ഒരു വിമർശനത്തിലൊക്കെ നമ്മൾ പോകാം. എന്തായാലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ലീഗ് അഭിപ്രായം പറഞ്ഞു എന്നതാണ് അവർക്കതായിട്ട് ഉയർന്നിരിക്കുന്ന വിമർശനം. അതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പരിധിവരെ അതിനകത്ത് വലിയ കാര്യമില്ല. കാരണം ഈ പറയുന്ന പോലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ വരുന്നു. VD സതീശന് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള നിലയിൽ ഉള്ള ഇതിന് VD സതീശന് ഒരു പിന്തുണ കിട്ടുന്നു. 29% ഒക്കെ തന്നെ പിന്തുണ കിട്ടുന്നു. അപ്പോഴേ അവരോട് ചോദ്യം ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് അവർ പറയുന്നത്. അല്ലെ, ജനകീയത അല്ലെങ്കിൽ ജനപിന്തുണ കൂടുതലുള്ളത് VD സതീശനാണ് എന്ന ആ കണക്ക് നോക്കി അവർ പറയുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷം UDF-നെ നയിച്ച നായകൻ എന്നുള്ള നിലയിൽ ടീം UDF ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ യത്നിച്ച കൂടെ ഇന്ന് പോരാടിയ ഒരു നേതാവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ മാത്രമല്ല അതിനകത്ത് ഏത് ഘടകകക്ഷികളോട് ചോദിച്ചാൽ പോലും അവരെല്ലാം തന്നെ പ്രിഫർ ചെയ്യുന്ന പേര് VD സതീശൻ തന്നെയാണ്. അത് ആ ഒരു റാപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഫ്രീഡം വേണമല്ലോ, ആ ഒരു ഈസിനെസ് ഉണ്ടാകുമല്ലോ. അത്തരം ഒരു നേതാവ് VD സതീശനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ VD സതീശന്റെ പേരാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരള കോൺഗ്രസ് പോലും പറഞ്ഞില്ലേ, എന്താണ് കേരള കോൺഗ്രസ് പറഞ്ഞത്? അവര് വെളിയിൽ വന്ന് പരസ്യമായിട്ടും പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ജനവികാരം കൂടി കണക്കിലെടുക്കണം, ഒപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാളായിരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. കുഴൽനാടൻ എനിക്ക് തോന്നുന്നു KC വേണുഗോപാൽ അനുകൂലിയായതുകൊണ്ടായിരിക്കും. കുഴൽനാടൻ KC വേണുഗോപാൽ അനുയായിയാണെന്ന് മാത്രമല്ല, KC വേണുഗോപാലിന് വേണ്ടി ചരട് വലിക്കുന്ന MLA-മാരിൽ പ്രമുഖനായിട്ടുള്ളയാള് കുഴൽനാടനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ നിരീക്ഷകരെത്തി MLA-മാരോട് ചർച്ച നടത്തുന്ന വേളയിലാണ് അദ്ദേഹം അന്ന് രാവിലെ, അത് KC വേണുഗോപാൽ ക്യാമ്പിന്റെ ഒരു ഒരു ഓപ്പറേഷനാണ് അത്. ഇങ്ങനെ ഇവിടെ ചർച്ച നടത്തുമ്പോൾ അവർക്കുള്ളൊരു താക്കീതായിട്ട്, മുസ്ലിം ലീഗിനുള്ള ഒരു താക്കീതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും സാധാരണ നിലയിൽ പോയപ്പോൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗ് അതിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ പാർലമെന്ററി പാർട്ടിയോ അല്ലെങ്കിൽ അവരെ മാത്രമല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസിനെയും പോലെയുള്ള പാർട്ടിയെയും ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അവരുടെയൊന്നും പാർലമെന്ററി പാർട്ടി നേതാക്കളെ ഞങ്ങളല്ലാത്തില്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളെ ഞങ്ങളാണ് തീരുമാനിക്കുക, അത് അങ്ങനെയാണ് പോവുക, അവര് തീരുമാനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിമർശനമല്ല എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ പക്ഷെ അത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വിമർശനമായിട്ട് അത് മാറുന്നുണ്ട്. കാരണം അവർ VD സതീശനൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ്.
അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായിട്ടുള്ള ഒരു വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹം കുറെ നേതാക്കളുടെ പേര് പറഞ്ഞു. കെ സുധാകരനുണ്ട്, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, എം.കെ. രാഘവനുണ്ട്. അത്തരത്തിലുള്ള നേതാക്കൾ പിന്നെ ഇപ്പോൾ മത്സരിച്ച് ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർ കോൺഗ്രസിന്റെ നമുക്കറിയാം കോഴിക്കോടുള്ള 2001 ശേഷം ഇതുവരെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ പാർട്ടിക്ക് അവിടെ ഈ പറയുന്ന നാദാപുരം പോലെ, കൊയിലാണ്ടി പോലെയുള്ള മണ്ഡലങ്ങളിൽ, ഇതിന് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വരെ വിജയിച്ച് കയറിയത്, കുത്തക തകർത്തുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞതിലൊക്കെ ആരാണ് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരു ആൾക്ക് അത്തരം മലബാറിൽ മത്സരിച്ച് തുടർച്ചയായിട്ട് 2 തവണ ജയിച്ച ഒരു വ്യക്തിക്ക് അത്തരത്തിൽ ജയിക്കുന്ന ഒരു നേതാക്കൾക്ക് അവർക്ക് മുസ്ലിം ലീഗിനെ തള്ളിപ്പറയാൻ കഴിയില്ല. മാത്യക്കുൾ നടന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ ഒരു ബേസുള്ള ഒരു ജില്ലയിലെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാം, പക്ഷേ മറ്റു നേതാക്കൾക്ക് അതുപോലെ പറയാൻ കഴിയില്ല. കാരണം അവർ വിജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൂടി കരുതലാണ്. പിന്നിൽ മുസ്ലിം ലീഗിന്റെ അങ്ങേയറ്റത്തെ കഠിനാധ്വാനമുണ്ട്. അതാണ് നമ്മൾ ഈ കേരള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 102 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ എത്തുന്നതിൽ മുസ്ലിം ലീഗ് അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കറിയാമല്ലോ VS ജോയി അല്ലെ, തവനൂര് പോലെ ഒരു മണ്ഡലത്തിൽ VS ജോയി മത്സരിച്ച് ജയിച്ചത് എങ്ങനെയാണ് അല്ലെ? അത് മാത്രമല്ല പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്നാണ് പറഞ്ഞത്. അതെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിലാണ് മുന്നോട്ട്. അപ്പോൾ അത്തരത്തില് ഒന്നിച്ച് UDF വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയ പാർട്ടിയാണ് ലീഗ്. ആ ലീഗിനെതിരെ മാത്യു കുഴൽനാടൻ ഈ ഒരു KC വേണുഗോപാലിന് വേണ്ടിയാണെങ്കിൽ പോലും വിമർശനം ഉന്നയിച്ചത് അത് ശരിയായ നിലപാടല്ല എന്ന എന്താ പറയുക, രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പറയുന്നത്. പിന്നെ ഈ മാത്യു കുഴൽനാടന്റെ ഈ ഒരു പ്രതികരണം, അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വെറും ഒരു സംഘടനയൊന്നുമല്ല, കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. മുൻപ് സമാനമായ രീതിയിൽ ഘടകകക്ഷികളുടെ നിലപാടുകൾ ചോദിച്ചു അത് അവര് മാനദണ്ഡമാക്കത്തില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചത് മാനദണ്ഡമാക്കില്ല. പക്ഷെ എങ്കിൽ പോലും അവരുടെ നിലപാടുകൾ ചോദിക്കാറുണ്ട്, അവരുടെ നിലപാടുകൾ പറയാറുണ്ട്. അത് മാത്യു കുഴൽനാടൻ മറക്കരുത്. കാരണം മുസ്ലിം ലീഗ് അവരുടെ ഒരു സഖ്യകക്ഷിയാണ്. ആ മുസ്ലിം ലീഗിനോട് ഈ ഒരു എന്താ പറയുക താക്കീത് കൊടുക്കുന്ന മാത്യു കുഴൽനാടൻ മറ്റു ചില നേതാക്കളുണ്ടല്ലോ, ഈ സമുദായ സംഘടന നേതാക്കളുണ്ടല്ലോ അല്ലെ, NSSന്റെ നേതാവുണ്ടല്ലോ, SNDPയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, ഇവർക്ക് താക്കീത് കൊടുക്കുമോ? തന്നെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടില്ലേ? എന്താണ് താക്കീത് കൊടുക്കാത്തത്? കാരണം അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന മാത്യു കുഴൽനാടന്റെ നേതാവിന്റെ പേരാ അല്ലെ. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. രമേശ് ചെന്നിത്തലയുടെ പേരാ. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത് KC വേണുഗോപാൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് അധികായനാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയാണ്. അവരെ വിമർശിക്കുവോ ഈ പറയുന്ന മാത്യു കുഴൽനാടൻ? അവര് ഇതിനകത്ത് അഭിപ്രായം പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് മാത്യു കുഴൽനാടൻ പറയത്തില്ല. കാരണം എന്താ, മറ്റേ നേതാക്കൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അവിടെയാണ് ഈ കാര്യം നമ്മൾ കാണേണ്ടത്. ഈ പറയുന്ന മുസ്ലിം ലീഗ് അത് വെറും ഒരു സംഘടനയല്ല, പുറത്തു നിൽക്കുന്ന ഒരു സംഘടനയല്ല, മറിച്ച് അവരുടെ സഖ്യകക്ഷിയാണ്, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയാണ്. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റേ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും കൽപ്പിച്ചു കൊടുക്കുന്ന ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അത് സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഈ മാത്യു കുഴൽനാടൻ കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരും. മുസ്ലിം ലീഗ് ഒരു പ്രതികരണവും നടത്തുന്നില്ല അല്ലെ, മാത്യു കുഴൽനാടന്റെ ഈ ഒരു പ്രസ്താവനക്കെതിരെ ഒരു പ്രതികരണവും നടത്തില്ല. അതിനകത്ത് യൂത്ത് ലീഗ് ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ പറയുന്ന മൂവാറ്റുപുഴ ഉൾപ്പെടെ വലിയ ഈ മാത്യു കുഴൽനാടനെതിരെ പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മലപ്പുറത്തും കണ്ണൂർ പോലുള്ള ജില്ലകളിലും ലീഗിന്റെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അവര് പക്വമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പെരുമാറുന്നത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ശക്തമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അവര് ഈ മുസ്ലിം ലീഗ് നേതൃത്വം അവരെ എന്താ പറയുക പരസ്യമായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും അവരുടെ ആ വിഷയത്തിലുള്ള എതിർപ്പ്, ഇത്തരം ഒരു പ്രതികരണത്തിലുള്ള ഒരു നീരസം അവരെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന മാത്യു കുഴൽനാടന് മനസ്സിലായിട്ടുമുണ്ട്. അദ്ദേഹം തൊട്ട് പിറ്റേ ദിവസം അദ്ദേഹം അതിന് പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം താൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, മുസ്ലിം ലീഗിനെ വേദനിപ്പിക്കാനൊന്നുമല്ല പറയാൻ കഴിയുകയുള്ളൂ. ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കാരണം ആദ്യം നടത്തുന്ന പ്രസ്താവന അവിടെ നിലനിൽക്കുകയാണ് അല്ലെ. അതുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട്, അത് നൽകുന്ന ഒരു എന്താ പറയുക ഒരു മെസ്സേജ് അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നീട് ന്യായീകരണം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. മാത്യു കുഴൽനാടൻ നൽകിയ താക്കീത് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കൊടുത്ത താക്കീതാണ്. നിങ്ങൾ ഞങ്ങളുടെ
ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടേണ്ട, ഞങ്ങളുടെ പാർട്ടി നേതാവിനെ ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അവിടെ നിൽക്കുക, നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുക, അതിനോട്ട് ഞങ്ങൾ വരുന്നില്ല എന്നൊരു താക്കീത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ ഇനി എന്ത് വിശദീകരണം കൊണ്ടുവന്നാലും കാര്യമില്ല. ഇത് മുസ്ലിം ലീഗിന് കെ.സി. വേണുഗോപാൽ പറഞ്ഞ താക്കീത് കുഴൽനാടൻ വഴി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അത്തരത്തിൽ കുഴൽനാടൻ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലെ സേഫ് സോണിൽ കളിക്കുന്ന കുഴൽനാടനെ പോലെ മലബാറിൽ മത്സരിച്ച് ജയിക്കുന്ന നേതാക്കന്മാർ ഇതേ നിലപാട് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഈ പറയുന്ന അഭിജിത്തിനോ അല്ലെങ്കിൽ ടി സിദ്ദിഖിനോ കാണുമോ? ടി സിദ്ദിഖ് പറയത്തില്ല. ഈ മലബാറിലും ഇങ്ങോട്ടുള്ളവർ മാത്രമേ പറയുകയുള്ളൂ. അപ്പോഴ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതാണ് നേതാക്കൾ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നെ ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ആ ഒരു പ്രസ്താവന ഒരുപക്ഷെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു BJP ഒക്കെ തന്നെ വലിയ രീതിയിൽ അത് എന്താ പറയുക ആയുധമാക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. പറയുന്ന നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയാണ് മത്സരിക്കുന്നത്, അപ്പോൾ ഇവരുടെ പിൻബലത്തിലാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BJP വളർത്താനാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ മാറുന്നുണ്ട്. ഈ നേതാക്കന്മാര് കുറച്ചുകൂടി പക്വതയോടുകൂടി പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങൾ മറുവശത്ത് ഇപ്പോൾ ഒരു എന്താ പറയുക LDF UDF എന്നതിൽ നിന്ന് ബൈനറിയിൽ നിന്നും മാറി മൂന്നാമതൊരു ഫോഴ്സ് അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതൊരു BJP ആണ് ആ ഫോഴ്സ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവര് മനസ്സിലാക്കി പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്തായാലും.